എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റോമേഷയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ഇലക്ട്രിക് ഓട്ടോ ആയിട്ട് വന്നിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഇലക്ട്രിക് ഓട്ടോസിൻ്റെ വീഡിയോസ് എക്സ്ക്ലൂസീവായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ചാനലാണ് റോമേഷോ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് നിരത്തിലേക്ക് വരുന്ന ഒരു ഇലക്ട്രിക് ഓട്ടോ ഏതാണെങ്കിലും അത് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരേണ്ട വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത് നമ്മൾ കാണുന്ന ആപ്പയുടെ ഇ-സിറ്റിയുടെ അൾട്ര എന്ന് പറഞ്ഞൊരു മോഡലാണ്. രണ്ടായിരത്തി 19 ആദ്യമായിട്ട് പിയാജിയോടെ ഒരു ഇലക്ട്രിക് ഓട്ടോ വരുന്നത്. ആ കാലത്ത് നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് വാഹനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പിയാജിയോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണെന്ന് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അപ്പം ട്രിവാൻഡ്രത്തെ ടോപ്പായിട്ടുള്ള ഇലക്ട്രിക് ഓട്ടോകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പിയാജിയോയുടെ നമ്പേഴ്സ് വളരെ വലുതാണ്. കാരണം ഏറ്റവും കൂടുതൽ ട്രിവാൻഡ്രത്ത് പിയാജിയോയുടെ ഇലക്ട്രിക് ഓട്ടോയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പയുടെ ഇ-സിറ്റിയാണ്. ഇ-സിറ്റിയിലേക്ക് വരുന്ന സമയത്തേക്ക് 2 മോഡൽസാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ബാറ്ററി സ്വാപ്പിംഗ്, അത് നമ്മുടെ ചാനലിൽ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് നമുക്ക് 3 സെറ്റ് ബാറ്ററീസ് ഉണ്ട്. നമുക്ക് ചില സ്റ്റേഷൻസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അതിനെ സ്വാപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് 80 കിലോമീറ്റേഴ്സൊക്കെയാണ് റേഞ്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ആ വാഹനങ്ങൾ കൂടാതെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള ബാറ്ററി ഉണ്ടായിരുന്നു ആ മോഡലിന്. അതിനുശേഷം ഈ ആപ്പയുടെ തന്നെ ഇ-സിറ്റി മാക്സ് എന്ന് പറഞ്ഞൊരു മോഡൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ റേഞ്ച് കൂട്ടിയിട്ടുള്ളൊരു മോഡലായിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആപ്പയുടെ ഇ-സിറ്റി അൾട്ര വന്നിരിക്കുകയാണ്. അൾട്ര വന്നിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കൂടുതലായിട്ടുള്ള റേഞ്ച് ഫിഗേഴ്സ് ഓഫർ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഇൻഡസ്ട്രിയിൽ നോക്കുന്ന സമയത്ത് ഓട്ടോ ഇടിച്ച് ഉപജീവനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പം നേരത്തെ മുതൽ കാരണം എങ്ങനെയൊക്കെ ₹1 നമ്മൾ കുറയ്ക്കാൻ പറ്റുമോ അത്രയൊക്കെ കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ബാലൻസ് നമുക്ക് വീട്ടിലേക്ക് എടുക്കാൻ പറ്റുന്നത്. കാരണം പലരും ദിവസ വാടകയ്ക്കൊക്കെ എടുത്ത് വണ്ടി ഓടുന്ന ഒത്തിരി പേരൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ നമുക്ക് അറിയാവുന്ന ധാരാളം പേരുണ്ട്. അപ്പം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ CNG ഒത്തിരി കയറി വരുന്നുണ്ട്. കാരണം വെച്ചാൽ പെട്രോളിൻ്റെയും അല്ലെങ്കിൽ ഡീസലിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോസിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിലവ് നമുക്ക് പൊതുവെ കൂടുതലായിരിക്കും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് ആൾക്കാർ CNG എടുക്കുന്നത്. പക്ഷേ അതിലും ലാഭകരമാണ് ഇലക്ട്രിക് ഓട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഓട്ടോയിലേക്ക് വരുന്ന സമയത്ത് പലർക്കും പല സംശയങ്ങളും പല പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് റേഞ്ചിൻ്റെ ആങ്സൈറ്റിയാണ്. അപ്പോൾ പിയാജിയോ അതിനൊരു ശാശ്വത പരിഹാരം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ വാഹനത്തിന് 238 കിലോമീറ്ററാണ് ARAI സർട്ടിഫൈഡ് ആയിട്ടുള്ള റേഞ്ച് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവരുടെ ബ്രോഷറിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ റിയൽ ലൈഫിൽ 200+ റേഞ്ചസ് കിട്ടുമെന്നാണ് പറയുന്നത്. 205 അല്ലെങ്കിൽ 200-205 ഇടയ്ക്കുള്ള ഒരു റേഞ്ച് റിയൽ ലൈഫിൽ ഇപ്പോൾ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ച് നമുക്ക് മെയിനായിട്ടൊന്ന് പരിചയപ്പെടാം. ലുക്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെന്ന് തന്നെ പറയാം. പക്ഷേ നല്ല ഈ ഒരു ബ്ലൂ കളറൊക്കെയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ്. ഇവിടെ ഇപ്പോൾ ഇ-സിറ്റി അൾട്ര എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ കാണാം. മെയിനായിട്ട് ഇതിൻ്റെ ബാറ്ററി നേരത്തെ ഉണ്ടായിരുന്ന വാഹനങ്ങളകത്ത് 8 കിലോവാട്ടിൻ്റെ ബാറ്ററി ആയിരുന്നെങ്കിൽ ഇത് 10.2 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്. പവർ അടിപൊളിയായിട്ട് കൂടിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ 45 Nm ടോർക്കാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ 9.5 kV ആണ് ഇതിൻ്റെ ഈ ഒരു മോട്ടറിൻ്റെ ഒരു പവർ എന്നൊക്കെ പറയുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഗ്രേഡബിലിറ്റി ഒരു വാഹനമാണ്. 28% പ്രത്യേകിച്ച് നല്ല കയറ്റങ്ങളൊക്കെ 4 പേരെയും കൊണ്ടൊക്കെ ഈസി ആയിട്ട് വലിച്ച് കയറുമെന്നാണ് നിലവിൽ ഈ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ LFP ആണ്, ഏറ്റവും നല്ല കെമിസ്ട്രിയാണ് വന്നിരിക്കുന്നത്. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ആണ് ബാറ്ററി വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ബാറ്ററിയുടെ ഈ ലൈഫിൻ്റെ കാര്യത്തിൽ നമുക്ക് പേടിക്കേണ്ടതായിരുന്നു. കാരണം ഇത് ഏറ്റവും ന്യൂവർ കെമിസ്ട്രിയും ഇപ്പോൾ കാറുകളിലൊക്കെ ഉപയോഗിച്ച് കണ്ടുവരുന്നതും അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറിലൊക്കെ ഇത്തരം ബാറ്ററികളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ടെൻഷൻ വരുന്നില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നൽകുന്നതിൻ്റെ ഒരു വാറണ്ടിയാണ്. 2,25,000 കിലോമീറ്റർ 5 years ആണ് ഇവർ വാറണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു ഫിഗർ തന്നെയാണ്. അപ്പം അതുകൊണ്ട് 5 വർഷം നമുക്ക് സമാധാനമായിട്ട് നമുക്ക് ഓടിക്കാണ്ട് വരും. പിന്നെ മെയിൻ്റനൻസിൻ്റെ കാര്യം വളരെ കുറവായിട്ടാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്ന ഫീഡ്ബാക്സ് എടുക്കുന്നത്. നിങ്ങളിപ്പോൾ നിലവിൽ നമ്മൾ അടുത്തൊരു വീഡിയോ നിങ്ങൾ വരുന്ന സമയത്ത് അതിനകത്ത് കറക്റ്റായിട്ട് പറയാം. അതായത് വർഷങ്ങളായിട്ട് ഈ ഇലക്ട്രിക് ഓട്ടോ ഓടിച്ചിട്ട് അവർക്ക് കിട്ടുന്ന ചിലവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കാം. നമുക്ക് മിറേഴ്സ് കാണാം. അത്യാവശ്യം വലിയ മിറേഴ്സ് നമുക്ക് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബോഡി എന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ട്രോങ് ആണ്. മെറ്റൽ ബോഡി ആയിട്ടാണ് ഈ വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. ഈ ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു നോസ് ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്കൾപ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു ഡിസൈനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ടയേഴ്സിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്ക് വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് 12 ഇഞ്ച് വരുന്ന പ്രൊഫൈൽ വരുന്ന നമുക്ക് ട്യൂബ്ലെസ് ആയിട്ട് വരുന്ന ടയേഴ്സാണ് കേട്ടോ വാഹനത്തിനകത്ത് വരുന്നത്. അപ്പം ഈസിലി റിപ്പയറബിൾ. നിങ്ങൾക്ക് അറിയാമല്ലോ, പെട്ടെന്നൊരു പഞ്ചറൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ട്യൂബ്ലെസ് ടയർ ഈസിലി നമുക്ക് നന്നാക്കാണ്ട് പറ്റും. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോക്ക് അബ്സോർവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ പിയാജിയോയുടെ പാറ്റൻഡ് ആയിട്ടുള്ള ഒരു ഫിഷ് ബോൺ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധാരണ ഓട്ടോയിൽ നിന്ന് ഈ ഓട്ടോ പെട്ടെന്ന് കുത്തി മറിയില്ലെന്നാണ് പിയാജിയോ അവകാശപ്പെടുന്നത്.
അപ്പം അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കുകളിലേക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രോളിക് ആയിട്ട് വരുന്ന ബ്രേക്കുകളും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലൈറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ഹാലജൻ സിസ്റ്റം തന്നെയാണ് ലൈറ്റിങ്സിനകത്ത് വന്നിരിക്കുന്നത്. 2 ലൈറ്റ്സ് ആണ് മെയിനായിട്ട് ഹെഡ് ലൈറ്റ്സ് ആയിട്ട് വരുന്നത്. അതുപോലെ നമുക്കിവിടെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിരിക്കാനായിട്ട് കാണാം. പിന്നെ ഒരു ചെറിയ വൈപ്പറും വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞാൽ. നമുക്കിനി ഒരു സൈഡ് വശത്തേക്ക് വരാം. സൈഡ് വശത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാണാൻ നമുക്ക് നോക്കാം. ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സോഫ്റ്റ് ടോപ്പാണ് നമുക്ക് ഈ വാഹനത്തിനകത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് സാധാരണ ട്രിവാൻഡ്രത്തുള്ള മിക്ക വണ്ടികൾ ഇത് ഹാർഡ് ടോപ്പിലേക്ക് മാറ്റാറുണ്ട് കുറച്ചും കൂടെ ഡ്യൂറബിലിറ്റി കിട്ടാനായിട്ടൊക്കെ. പക്ഷേ ബ്രാൻഡ് വരുന്ന സമയത്ത് നമുക്കൊരു സോഫ്റ്റ് ടോപ്പായിട്ടാണ് വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിനകത്തുള്ള കുറച്ച് പ്രത്യേകതകൾ പറയും. ഈ വാഹനത്തിനകത്ത് നമുക്കൊരു ടെലിമാറ്റിക് സിസ്റ്റം ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നമ്മൾ പറയില്ലേ, അത് ഈ വാഹനത്തിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് നമുക്ക് മൊബൈലിനകത്ത് PIG കണക്ട് ആപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ലൊക്കേഷൻസ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിൻ്റെ എറർ കോഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ടെന്നത് വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് എടുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മീറ്ററൊക്കെ വെക്കാനുള്ള ഒരു പൊസിഷൻസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു വാഹനത്തിൻ്റെ ക്യാബിനിലേക്കൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. ഈ താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു ബാറ്ററി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ വാഹനത്തിൻ്റെ മറ്റുള്ള എലിമെൻ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കയറി നോക്കാം വാഹനത്തിലേക്ക്. സീറ്റ്സ് എന്ന് പറയുമ്പം അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം വീതിയുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ഈ ഓട്ടോയ്ക്കൊക്കെ ഉള്ള അതേ സ്റ്റിയറിംഗ് ബാർ തന്നെയാണ് വാഹനത്തിനകത്ത് വരുന്നത്. ഇനി ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡോട്ട് മാട്രിക്സ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബാറ്ററിയുടെ ഒരു SOC ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എത്ര ശതമാനം ബാറ്ററി റിമൈനിങ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ഈ വാഹനത്തിനകത്ത് പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു നോബാണ്. ഈ നോബിലേക്ക് വരുമ്പോൾ റിവേഴ്സ്, ന്യൂട്രൽ, അതുപോലെ തന്നെ നമുക്ക് ഫോർവേഡ്, അതുപോലെ ഒരു B എന്ന് പറഞ്ഞൊരു മോഡലുണ്ട്. അതായത് നമുക്ക് കയറ്റങ്ങളൊക്കെ കയറാൻ വേണ്ടി കുറച്ചുകൂടെ ബൂസ്റ്റ് എന്നുള്ളൊരു മോഡാണ് അവർ ഉദ്ദേശിക്കുന്നത്. ആ സംവിധാനങ്ങളൊക്കെയാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കയറ്റം വലിക്കുന്നതാണ് നമുക്കിപ്പോൾ ഒരു ഫീഡ്ബാക്സും കാര്യങ്ങളായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ബ്രേക്സ് ഒക്കെ നമുക്ക് കാലിൽ തന്നെയാണ് വരുന്നത് കേട്ടോ, താഴെയാണ് വരുന്നത്, ചവിട്ടിയാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രോളിക് ആയിട്ട് വരുന്ന ബ്രേക്ക് ഇത് തന്നെയാണ്. ഈ ലിവേഴ്സിന് വേറെ നമ്മുടെ പഴയ പോലെയുള്ള പിടിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഈ ഹാൻഡിൽ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു ഹാൻഡിലിനകത്തേക്ക് വരുന്ന സമയത്ത് ഹോൺ അവിടെ നമുക്കുണ്ട്. അതുപോലെ ഇൻഡിക്കേറ്റേഴ്സ് പ്രവർത്തിപ്പിക്കാനുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു 12 വോൾട്ടിൻ്റെ ഒരു ചാർജർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ 12 വോൾട്ടിൻ്റെ ചാർജർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ചെയ്യാണ്ട് നമുക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇവിടെ നമുക്കൊരു ഇപ്പുറത്തെ വശത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. നമുക്ക് താക്കോലിട്ട് പൂട്ടി എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്ന സമയത്തേക്ക് നമുക്കിവിടെ ഹസാർഡിൻ്റെ സ്വിച്ച്, വൈപ്പറിൻ്റെ സ്വിച്ച്, അതുപോലെ ലൈറ്റ്സ് സ്വിച്ച്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു എമർജൻസി കട്ട് ഓഫ് സ്വിച്ച് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് എമർജൻസി കട്ട് ഓഫ് സ്വിച്ച്. നമുക്ക് ബാറ്ററി എന്നുള്ള കണക്ഷൻ നമുക്ക് വിടിയിപ്പിക്കാനുള്ള ഒരു സംവിധാനമാണ് നമുക്ക് അവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ PIGയുടെ കണക്ടിവിറ്റി, ടെലിമാറ്റിക്സിനുള്ള കണക്ടിവിറ്റിയുടെ ഒരു ബോക്സ്. GPS കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു ബോക്സിനകത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. കീസ് വരുന്നത് നമുക്കിവിടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ട് ക്യാബിനിലുള്ള ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. പിന്നെ ഒരു ബോട്ടിൽ ഹോൾഡർ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്രയും പകൽ മുഴുവൻ നമ്മൾ റോഡിലായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു ബോട്ടിൽ ഇവിടെ വയ്ക്കാൻ കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ടിലുള്ളത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ നമുക്ക് ഒരു യാത്രക്കാരിരിക്കുന്ന ഒരു ഏരിയയിലേക്ക് നമുക്കൊന്ന് പോകാം. ഇതിലേക്ക് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല വീതിയുള്ള സീറ്റുകളാണ്. 3-4 പേർക്ക്, ആക്ച്വലി ഇതൊരു 3 പേർക്കാണ് ഓട്ടോയിൽ സഞ്ചരിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു കൊച്ചു കുട്ടിയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഇരുത്തിക്കൊണ്ട് പോകാൻ പറ്റും. ഇതിൻ്റെ ഒരു ഇതുണ്ട്, ഒരു റെക്സിൻ ടൈപ്പ് ആയിട്ട് വരുന്ന സീറ്റുകളാണ്. ഒരു ഡ്യുവൽ കളറിലാണ് വരുന്നത്. ഒരു നേവി ബ്ലൂവിൻ്റെ ഒരു കോമ്പിനേഷൻസിലാണ് സീറ്റ് വരുന്നത്. ഇതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് വാഹനത്തിനകത്തെ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമുക്കിവിടെ ഒരു ഗ്രാഫിക്സ് കാണാം, ഇലക്ട്രിക് അൾട്ര എന്ന് പറഞ്ഞ ഗ്രാഫിക്സ് കാണാം. അൾട്ര എന്ന് പറയുമ്പോൾ ഇവർ ആ റേഞ്ച് തന്നെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കുകളും സെയിം പ്രൊഫൈലുള്ള ടയേഴ്സ് തന്നെയായിരുന്നു, 12 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ബാക്കിലേക്ക് ഒന്ന് വന്ന് നോക്കാം. ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ നല്ലൊരു പ്രൊഫൈലാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ പറയുന്ന ലൈറ്റ്സ് ഒക്കെ ആണെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ E-Cityയുടെ ഒരു E-City അൾട്രയുടെ ഒരു സ്റ്റിക്കറിംഗ് വർക്ക് നമുക്കിവിടെ കാണാം. PIGയുടെ ഒരു ബ്രാൻഡിങ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ബാറ്ററി ഒക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ബാക്കിലേക്കാണ് കേട്ടോ വരുന്നത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇവിടെ തുറന്നിട്ട് നമുക്കിവിടെ ഒരു ലാച്ച് ഉണ്ട്. അപ്പോൾ ആ ലാച്ച് നമുക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തുറക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ആ നേരത്തെ പറഞ്ഞ ആ ഒരു ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LFP ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. 10.2 കിലോവാട്ടിൻ്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് വരുന്നത്. അപ്പം ഈ ഒരു ബാറ്ററിയാണ് 200+ റേഞ്ചസ് നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്.
ഇതൊന്നും നമുക്ക് accessible ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം സർവീസിൻ്റെ സമയത്തൊക്കെ നമുക്ക് നോക്കേണ്ടി വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത്രയാണ് വരുന്നത്. ഗിയർ സിസ്റ്റം ഒക്കെ ആണെങ്കിലും പ്ലാനറ്ററി ആയിട്ട് വരുന്ന ഗിയേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഈ പറഞ്ഞ കയറ്റമൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വലിക്കും. കുറച്ചുകൂടെ വലിയ ഗിയറിൻ്റെ പല്ലുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കുറച്ച് സ്പീഡ് ആണെങ്കിലും കുഴപ്പമില്ല. 55 കിലോമീറ്ററാണ് ഇതിൻ്റെ ഒരു അത്രയും സ്പീഡിൽ നമുക്ക് ഈ വാഹനം നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പിയാജിയോയുടെ E-City അൾട്രയുടെ വിശേഷങ്ങൾ പറയുന്നത്. വളരെ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. കാരണം ഇതിൻ്റെ ഡീലറാണെങ്കിലും നമുക്ക് അത്രയും പേഴ്സണലി ക്ലോസ് ആയിട്ട് അറിയുന്ന ഒരാളാണ്. ഒനീറോ നമ്മൾ 5 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അടുത്ത് നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാനും അത് പറഞ്ഞത് റെക്ടിഫൈ ചെയ്യുന്ന കാര്യത്തിലൊക്കെ അവർ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ഡീലർഷിപ്പാണ്. ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വിലയിലേക്ക് വരുന്ന സമയത്ത് 4,20,000 രൂപയാണ് വരുന്നത്. പക്ഷേ ആദ്യം എടുക്കുന്ന കുറേ കസ്റ്റമേഴ്സിന് 4 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. ഒനീറോയുടെ നമ്പേഴ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം. വാറണ്ടിയുടെ കാര്യത്തിൽ നമുക്ക് ഒരു പേടിയും വേണ്ട. കാരണം വെച്ചാൽ 5 വർഷം അല്ലെങ്കിൽ 2,25,000 കിലോമീറ്റേഴ്സാണ് വാറണ്ടി കൊടുക്കുന്നത്. 200 കിലോമീറ്റർ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഇലക്ട്രിക് ഓട്ടോ ആണ്. അപ്പോൾ ഈ ഒരു വാഹനം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമ്പോൾ എഴുതുക. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഇസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.